أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم عليه. آمن تذكر جيران بذي سلمي ماذا اجتدم أنجرا من مقلة بدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയമുള്ളവരെ, ഖസീദത്തുൽ ബുർദയുടെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം ഇൻഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബുർദ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിന്റെ രചനയിലൂടെ പിറവിയെടുത്ത ബുർദ പഴയ കാലം തൊട്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ആദരിച്ച് ബഹുമാനിച്ച് ബർക്കത്തെടുത്തു പോരുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥവും ഖസീദയുമാണ് ബുർദ എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത് ഖത്മ തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നും ബുർദ ചൊല്ലിത്തീർക്കുന്ന സഹോദരിമാരെ, കൂട്ടുകാരെ എനിക്കറിയാം. അല്ലാഹു ഖബൂലാക്കട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട, അവിടുത്തെ പൊരുത്തം കിട്ടിയ, അവിടുത്തെ അംഗീകാരം കിട്ടിയ ഒരു ബൃഹത്തായ കൃതിയാണ്, അല്ലെങ്കിൽ ഖസീദയാണ് ഈ ഖസീദത്തുൽ ബുർദ എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് കാവ്യങ്ങൾ ലോകത്ത് എമ്പാടും അടങ്ങിയിട്ടുണ്ട്. അതിൽ നിസ്തുല്യമായ ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ ഖസീദത്തുൽ ബുർദ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബുർദ അതിന്റെ രൂപത്തിൽ, തനതായ രൂപത്തിൽ അർത്ഥമറിഞ്ഞുകൊണ്ട് കിബിലക്ക് മുന്നിട്ട് വുദൂ എടുത്തുകൊണ്ട് ഒരാൾ ചൊല്ലിയാൽ മുത്തുനബി തങ്ങളെ കാണുമെന്നതിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ വിശദീകരണങ്ങൾ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ ബുർദ അതിവിശാലമായ ഒരു ഗ്രന്ഥമാണ്. അതിനോടൊപ്പം വലിയ സാഹിത്യം നിറഞ്ഞ ഒരു കവിതയാണ് ബുർദ. ബുർദ ഒരാൾ ചൊല്ലിയാൽ ഒരിക്കലും അത് വെറുതെയാവില്ല എന്ന് ഉസ്താദുമാരൊക്കെ പറയുക. എന്നാൽ കുറഞ്ഞ കാലങ്ങളായി ചില ആളുകൾ, ചില സലഫിസം തലയിൽ കയറിയ ചില ആളുകൾ, അവര് അത് ശിർക്കാണ് എന്നും കുഫ്റാണ് എന്നും അതിനോടൊപ്പം ഏതോ പെണ്ണിനെ സംബന്ധിച്ച് ആരോ പാടിയ പാട്ടാണ് അത് എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, അറബി കവിതയെ സംബന്ധിച്ച് ഒരു കൊടുത്തില്ലാത്തവർ എന്നതിന്റെ അപ്പുറത്തേക്ക് അവരോട് മറുപടി പറയാനാണ്. അറബി കവിതകൾ വർണ്ണനയ്ക്ക് വേണ്ടി എടുക്കരുത് സാധാരണ സ്ത്രീകളെയാണ്. അത് മാത്രല്ല, മലയാളികൾ പോലും ഇപ്പോഴിറങ്ങുന്ന മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന പാട്ടുകളിലും അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളായാലും മറ്റു ഏത് ഭാഷകളിലായാലും സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളിൽ ഒന്നാണ് സ്ത്രീ എന്ന് പറയുന്നത്. ചിലർ പൂക്കളെ ഉപയോഗിക്കും, ചില ആളുകൾ സന്തോഷത്തിന് വേണ്ടി നല്ല കാറ്റുകളെ ഉപയോഗിക്കുന്നവരുണ്ട്. എന്നതുപോലെ സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെ സ്നേഹിക്കാനും പരിഗണിക്കാനൊക്കെ പറ്റിയ ഒരു ലോകമായതുകൊണ്ട് അതിനെയാണ് കവികൾ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണല്ലോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് കഅബ് റളിയല്ലാഹു അൻഹു
പാട്ടുപാടിയപ്പോൾ അള്ളാന്റെ റസൂൽ അതിനെ എതിർത്തില്ലല്ലോ. അതൊന്നും ഇപ്പൊ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും തുടങ്ങുമ്പോ ആർക്കെങ്കിലൊക്കെ വല്ല ഇളക്കവും ഉണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ വന്നിട്ട് പാട്ടുപാടിയില്ലേ കഅബ് റളിയല്ലാഹു അൻഹു, ബാനത്ത് സുആദ എന്ന് പറയുന്ന വിശ്വവ്യാഖ്യാതമായ കവിതയാണ്. അള്ളാന്റെ റസൂൽ എതിർത്തില്ലെന്ന് മാത്രമല്ല, അവർക്ക് സമ്മാനം കൊടുത്ത് ഇവിടുത്തെ ഷാള് കൊടുത്ത് ബഹുമാനിക്കുകയാണ് ചെയ്തത് എന്നത് നമുക്ക് ചരിത്രത്തിൽ അറിയുന്ന കാര്യമാണ്. അതിന്റെ പുറമെ ഇവരിതിൽ ശിർക്കാരോപണം നടത്തുന്നുണ്ട്. തവസ്സുലുണ്ട്, ഇസ്തിഗാസയുണ്ട് എന്നൊക്കെ പറയുന്ന ചില അല്പജ്ഞാനികളായ ആളുകൾ അല്ലെങ്കിൽ അന്തമില്ലാത്ത ആളുകൾ എന്നും പറയും. ഇതിനെപ്പറ്റി പറയുന്നവരെ പറ്റി നമുക്ക് പറയാനുള്ളത് കുറച്ച് അന്തല്ലെങ്കിൽ അന്തഗമ്മി എന്നെങ്കിലും പറയുന്നത്. അതും ഇല്ലാത്തവരോട് പിന്നെ നമ്മളൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ കടക്കുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇത് പാടിയവരും പ്രചരിപ്പിച്ചവരും ശറഅ് എഴുതിയവരും അതുപോലെ തന്നെ ഇതിന് വ്യാഖ്യാനങ്ങൾ എഴുതിയവരും അർത്ഥം എഴുതിയവരും ഇത് ലോകത്ത് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടി അവരാൽ കഴിയുന്ന പല സേവനങ്ങളും ചെയ്ത് നമുക്കറിയാൻ കഴിയും. അതിനോടൊപ്പം ഇത് പാടുന്നവർ സുന്നികളായ ആളുകൾ കുഫറിന്റെയും ഷിർക്കിന്റെയും ആളുകളാണെന്ന് ആരോപിക്കുന്ന സലഫിസം തലയിൽ പിടിച്ച ആളുകളോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങൾ അങ്ങനെയാണ് എങ്കിൽ ഒന്ന് രണ്ടാളുകൾ ഞാൻ പറയാം. ഹിജറ 923 വഫാത്തായ ബഹുവന്യരായ ശിഹാബുദ്ദീൻ ഖസ്തലാനി റളിയല്ലാഹു അൻഹു ഇതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിജറ 1276 വഫാത്തായ ഇബ്രാഹിം ബാജൂരി റളിയല്ലാഹു അൻഹു ഇതിനിക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. തീർന്നില്ല, ബഹുവന്യരായ ഹിജറ 808 വഫാത്തായ ഇബ്നുൽ ഇമാദ് അൽ ഹംബലി റളിയല്ലാഹു അൻഹു ഇതിനിക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ഇതിനിക്ക് വിശദീകരണം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു 973 വഫാത്തായ മഹാനാണ്. അവരൊക്കെ ഇതിന് ശറഹ് എഴുതിയിട്ടുണ്ട്. ഇനിയും എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇതിന് വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ തെറ്റിന്റെ പാതയിലൂടെയാണോ പോകുന്നത് എങ്കിൽ ആ തെറ്റിന്റെ പാതയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് മാത്രമേ ബുർദയുടെ വിരോധികളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തി. മാത്രല്ല, ഇനിയിപ്പോ ഇവരൊക്കെ പയച്ചവരാണെന്നാണ് അഭിപ്രായം ചിന്തിച്ചോളി. അങ്ങനെ നമ്മൾ വരവസ്വലും അങ്ങനെ അവർക്ക് വെച്ചു കൊടുക്കുകയാണ്. തഫ്സീറുൽ ജലാലൈനി, ഫത്ഹുൽ ബാരിയും മഹല്ലിയും ഒക്കെ ഇവർ അംഗീകരിക്കും. മഹല്ലി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഫത്ഹുൽ ബാരിയും അതുപോലെ തന്നെ ജലാലൈനും ഈ പറയുന്ന ആളുകൾക്ക് എന്തല്ല പറ്റാത്ത പ്രശ്നമില്ല. അപ്പോ കാക്കക്ക് തെൻകുഞ്ഞി പൊൻകുഞ്ഞി പറഞ്ഞാൽ ഓർക്ക് ആവശ്യമുള്ളതൊക്കെ ഓർക്ക് വലിയ സംഭവം, ബാക്കിയുള്ള വിഷയത്തിലെത്തുമ്പോ അവരൊക്കെ മോശവും. അതൊരിക്കലും ശരിയല്ല. തെറ്റാണെങ്കിൽ അവർ മൊത്തം പഴച്ചവരാണെന്ന് പറയണം. മാത്രല്ല, ശിർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള ഒരു തെറ്റാണ്. അതൊക്കെ ചെയ്ത ആളുകളുടെ കിതാബ് ശരിയാണ് എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. അപ്പോ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഇമാമിയങ്ങളെ കൈകാര്യം ചെയ്യുന്ന പ്രവണത അവർ മാറ്റണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആയിരക്കണക്കിന് ഇമാമിയങ്ങൾ ശറഹ് എഴുതി വിശദീകരണങ്ങൾ എഴുതി ഈ ലോകത്തേക്ക് നന്മയുടെ പാത തെളിച്ച മഹാന്മാർ നമ്മളെ കരങ്ങളിലേക്ക് എത്തിച്ച ബുർദ അതൊരിക്കലും പൂർണ്ണമായും വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ എന്നെ കൊണ്ട് കഴിയില്ല എന്നത് ഉറപ്പാണ്. എന്നാലും കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മുത്തുനബിയുടെ നൂറും നസ്റും മദതും പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന രൂപത്തിൽ ചെറിയ രൂപത്തിൽ ഒരു വിശദീകരണം ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തി ബുർദയുടെയും അതുപോലെ മുത്തുനബിയുടെ മുഴുവൻ മദ്ഹ് കാവ്യങ്ങളുടെയൊക്കെ ഖാദിമീങ്ങളായി മുത്തുനബി ഇഷ്ടപ്പെടുന്ന ആളുകളായി ഈ ലോകത്ത് ജീവിച്ച് അവിടുത്തെ ആശിക്യങ്ങളിൽപ്പെട്ട് ഖൈറാണെങ്കിൽ മദീനയിൽ അവസാനം ചെന്ന് ചിറകൊടിഞ്ഞ് ആ പച്ചക്കുബയുടെ താഴെ വീണു അവിടുത്തെ പൊരുത്തവും കുറ്റവും ആഖിറത്തിൽ വിജയികളിൽ പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു. അസ്സലാമു അലൈക്കും.